ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് ഒരു ഗ്ലൂട്ടത്തൈൻ മെഴുക്കുവരട്ടി വെച്ചാലോ? ഗ്ലൂട്ടത്തൈൻ മെഴുക്കുവരട്ടി എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? ചില വീഡിയോസിലൊക്കെ ക്യാരറ്റും ബീട്രൂട്ടും കുടിച്ചാൽ നിറം വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ കുടിച്ചിട്ടില്ല. അപ്പം നമുക്കിന്നൊരു മെഴുക്കുവരട്ടി ആയാലോ? അപ്പം നമുക്ക് നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും സവോളയും പച്ചമുളകൊക്കെ കൂടി നല്ല രീതിയിൽ അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മളിവിടെ ഇരുമ്പ് ചട്ടിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് എല്ലാം തേച്ച് പിടിപ്പിക്കണമേ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്യണം. കൈ കൊണ്ടല്ല, നമുക്ക് സ്പൂൺ കൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാമേ. പിന്നെ പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ ഇങ്ങനെ ആട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ ഇളക്കിയാൽ എല്ലാത്തിലും ആ ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാത്തിലും പിടിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ആവശ്യത്തിന് ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ വെള്ളം വെക്കണം. അതിന് ശേഷം ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് പിന്നെ തീ കുറച്ചിടണം. പിന്നെ വെള്ളം വറ്റിയോ എന്ന് ഇടയ്ക്ക് നോക്കണേ, അടി പിടിക്കാതെ നമ്മൾ നോക്കണം. അങ്ങനെ അതൊന്ന് വെള്ളം അല്പം വറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ടിട്ട് വീണ്ടും നമ്മൾ നോക്കണം, വെള്ളം വറ്റിയോ നോക്കണം. അങ്ങനെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. മെഴുക്കുവരട്ടിയിൽ എണ്ണയില്ലെങ്കിൽ എന്ത് മെഴുക്ക് അല്ലേ? അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും നമ്മളിപ്പോൾ ചെയ്തതുപോലെ എല്ലാവരും ചെയ്യുന്നുണ്ടോയെന്ന് അറിയത്തില്ല. എന്നാലും പല രീതിയിലല്ലേ ഓരോ സ്ഥലത്തും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.